UAE സന്ദർശനത്തിനിടെ സുപ്രധാന കരാറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചു. ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കും. UAEക്ക് ശേഷം ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്നലെ മടങ്ങിയെത്തി. അരുൺ പാറാട്ട് വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ ഗൾഫിലെ വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഗൾഫ് രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE ഖത്തർ സന്ദർശനം പൂർത്തിയായത്. 3 ദിവസമാണ് ഇരു രാജ്യങ്ങളിലുമായി പ്രധാനമന്ത്രി ചെലവഴിച്ചത്. വ്യാപാരം, നിക്ഷേപം, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം തുടങ്ങി ഉഭയകക്ഷി സഹകരണത്തിന് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുമായി പുതിയ കരാറുകൾക്കും ബന്ധങ്ങൾക്കും വഴിവെക്കുന്നതായിരുന്നു സന്ദർശനത്തിലെ ഓരോ തീരുമാനങ്ങളും എന്ന് പറയാം. ഇന്ത്യയും UAE തമ്മിലാണ് ഈ ഒരു സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ കരാറുകൾ യാഥാർത്ഥ്യമായത്. നമുക്കറിയാം, 2022 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ തന്നെ UAEയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതിനാൽ തന്നെ പുതിയ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയും UAE തമ്മിൽ ഒപ്പിട്ട കരാറുകളിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, അതോടൊപ്പം തന്നെ ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UAEയുടെ അഡ്നോക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഗെയിലും തമ്മിൽ ഒപ്പുവെച്ച ദീർഘകാല LNC വിതരണ കരാർ വലിയ നേട്ടമാകും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വിലയിരുത്തുന്നത്. ഊർജ്ജ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാകും. അതോടൊപ്പം തന്നെ വൈദ്യുതി കൈമാറ്റം, വ്യാപാരം എന്നിവയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി UAE സഹകരിക്കാനും, അതോടൊപ്പം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇരു രാജ്യങ്ങളും തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള റൂപയും അതോടൊപ്പം തന്നെ UAEയുടെ ANAയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന നടപടിയും ഈ ഒരു സന്ദർശനത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഈ ഒരു തീരുമാനം ഗുണകരമാകും. ഡിജിറ്റൽ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ UAEയുടെ സെൻട്രൽ ബാങ്കും തമ്മിൽ കഴിഞ്ഞ വർഷം തന്നെ കരാർ ഒപ്പിട്ടിരുന്നു. ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനാണ് UAEക്ക് വേണ്ടി ജയ്വാൻ കാർഡുകൾ നിർമ്മിച്ചു നൽകുക. അതോടൊപ്പം തന്നെ UAE സെൻട്രൽ ബാങ്ക് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജയ്വാൻ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ റുപേ കാർഡ് ഉപയോഗിച്ച് UAEയിലും പണമിടപാടുകൾ നടത്താനാകും. അതോടൊപ്പം അബുദാബിയിലുള്ള IITയിൽ പുതിയ കോഴ്സ് നടത്തുമെന്നും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ജബലലി മേഖലയിൽ ഭാരത് മാർട്ട് തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് ലോക സർക്കാർ ഉച്ചകോടിയിൽ വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വ്യാപാരം നടത്താൻ സഹായകരമാകുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഭാരത് മാർട്ട് തുടങ്ങുക. ദുബായിൽ ജബലലി ഫ്രീ സോണിലായിരിക്കും ഈ ഒരു ഭാരത് മാർട്ട് ആരംഭിക്കുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രിക്കും തുടക്കമിടുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ ആശുപത്രി ചികിത്സ ലഭ്യമാക്കുന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, 35 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇവിടെയുണ്ട്. ഇവർക്ക് ഈ ഒരു ആശുപത്രി വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. UAEയിലെ പ്രസിഡന്റുമായും UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുമായും എല്ലാം ചർച്ച നടത്തി യാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രി പിന്നീട് ഖത്തറിലേക്കാണ് പോയത്. ഖത്തർ അമീറുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചത്. വലിയ തോതിലുള്ള ഒരു സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്.